ഒരുത്തിക്ക് സർപ്രൈസ് കൊടുക്കാൻ പോകുന്ന വഴിയാണ് ഗൈസ് ഇത്. അപ്പം ഞങ്ങൾ സർപ്രൈസ് ആവോ അവർ സർപ്രൈസ് ആവോ നമുക്ക് കണ്ടറിയാം. ഇടവഴികൾ താണ്ടി മതിൽ ചാടിക്കിടന്ന് മതി സർപ്രൈസ് കൊടുക്കാൻ പോകുന്ന രണ്ട് വ്യക്തികൾ. ഏതായാലും നമ്മുടെ വീട് ഏതോ ഒരു വീട്ടിൽ മുട്ടുമ്പോൾ നോട്ട് വരിച്ച് നോക്കുമായിരിക്കും. ആ കാർ പറ്റിയല്ല വെള്ളക്കാർ കാണാതെ അപ്പോൾ അതായിരിക്കും മതി. ആ അതിന് മുട്ടി നോക്കാം മിക്കാറും നമുക്കായിരിക്കും സർപ്രൈസ് അവർ വീട്ടിലേക്കും കാണാൻ പോയിരിക്കും. നീ മുട്ടിക്കും ഞാനിവിടെ വീഡിയോ പിടിക്കുന്നത് അതിന് ഇത് അവിടെയാണെന്ന് എനിക്ക് വിശ്വാസം. അതെ മുട്ടിയാരെ സൗണ്ട് കേട്ടില്ലെങ്കിൽ ഓ ആരില്ലേ ഞങ്ങൾ സർപ്രൈസ് ആയി ഗൈസ് അവിടെ ഇല്ല. ലാസ്റ്റ് ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ സർപ്രൈസ് ആയിരുന്നു അവരകത്തില്ലായിരിക്കുന്നു. കാരണം വീട് കണ്ടപ്പോഴേ ഞങ്ങൾക്ക് കൺഫ്യൂഷൻ ഇതിലേതാണ് വീടെന്ന്. കാരണം എല്ലാ വീടിൻ്റെ ഫ്രണ്ട് വശം ഒരു അമ്മ പറ്റ മക്കളെ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഞങ്ങളാണെങ്കിൽ വീട് നമ്പർ മറന്നുപോയി. ബെല്ലടിച്ചിട്ട് തുറക്കുന്നുമില്ല. 1-2 മിനിറ്റ് ബെല്ലടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അവിടെ അകത്ത് ആളില്ലെന്ന്. മുട്ടി നോക്കി തുറക്കുന്നില്ല. അവസാനമാണ് ബുദ്ധി തോന്നുന്നത് ഫോൺ വിളിച്ച് നോക്കാനായിട്ട്. ഫോൺ വിളിച്ച് നോക്കിയപ്പോഴാണ് പറയുന്നത് ഞങ്ങൾ അകത്തുണ്ടല്ലോ സൗണ്ടൊന്നും കേട്ടില്ലോ എന്ന്. പുറത്ത് നിന്ന് കൈകളൊക്കെ മരച്ചു തുടങ്ങിയായിരുന്നു. എനിവേ അവൾ വന്ന വാതിൽ തുറന്ന് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് സർപ്രൈസ് ആയത്. അവരിന്ന് വൈകിട്ട് വീട്ടിലോട്ട് വരാൻ വേണ്ടിയിട്ട് ഇരിക്കുമായിരുന്നു. പിന്നെ ചെന്നതല്ലേ കുറേ കൊതിന്നോണയൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്ന് അവിടെ നിന്ന് അവക്കടെ സ്പെഷ്യൽ വക ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ചോറും ചീരത്തോരനും മറ്റേ സാലഡൊക്കെ കഴിച്ച് അവരെയും വരിച്ചുകൊണ്ട് വൈകുന്നേരം വീട്ടിലോട്ട് പോന്നു. അങ്ങനെ ഞങ്ങൾ അന്നൊരു ദിവസം നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റ ബൈ ബൈ സീ യു.